ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ചെറിയൊരു ഇൻട്രോ കേട്ട് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ സബ് ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് കൊണ്ടുപോവാണ് അല്ലേ. അപ്പം സബ് ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് പോകണം. അപ്പം ബാലേന്ദ്രൻ്റെ കൂടെ ആരാ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൈജയന്തി നമ്മുടെ ബബിതേനെ റെഡിയാക്കി നിർത്തിയിട്ടാണ്. അപ്പം ബബിത ബാലേന്ദ്രൻ താഴെ വന്നതും ബബിത ഓടി വന്ന് ചോദിച്ചു, അച്ഛൻ എങ്ങോട്ടാ? ഞാൻ രോഹിത്തിനെ കൊണ്ടുവരാൻ പോകുമ്പോളെ അച്ഛൻ ഞാനും കൂടെ വരുന്നുണ്ട്, എന്നാൽ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബബിത പോവാണ്. അപ്പം നമ്മുടെ കൃഷ്ണമോളെടുത്ത് ബാലചന്ദ്രൻ ചോദിക്കും, മോളെ നീ വരുന്നുണ്ടോ? ഇല്ല അച്ഛൻ, ഞാൻ വരുന്നില്ല, രോഹിത്തേട്ടൻ വരുമ്പോൾ കാണാം, എനിക്ക് ജയിലിൽ നിന്നൊന്നും ഇറക്കണത് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അലീനയോട് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയും, ഇല്ല അച്ഛാ, എനിക്ക് അങ്ങനെ കാണണമെന്നില്ല, നീയാണ് അർഹതപ്പെട്ടവൾ കാണാൻ, നീയാണ് വരേണ്ടതെന്നും പറഞ്ഞു. എനിക്ക് കർട്ടൻ്റെ പുറകിൽ നിന്ന് ഉള്ള കാഴ്ച കണ്ടാൽ മതി വെച്ചാൽ, എനിക്ക് ഫ്രണ്ടിൽ നിന്ന് കാണണമെന്നില്ല. അതായത് അലീനയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, എനിക്ക് കാണാം, എനിക്കത് പുറകിൽ നിന്നാണെങ്കിലും ഞാൻ കണ്ടുകൊള്ളാം എന്നുള്ള രീതിയിൽ അലീന പറഞ്ഞു. അങ്ങനെ ബബിതയും ബാലചന്ദ്രനും കൂടെ നമ്മുടെ രോഹിത്തിനെ കൂട്ടാൻ പോവുകയും സബ് ജയിലിൽ നിന്ന് രോഹിത്തിനെ ഇറക്കുകയാണ്. അങ്ങനെ രോഹിത്തിനെ കണ്ടതും ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ കൈ പിടിച്ച് വല്ലാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. രോഹിത്തിൻ്റെ അവശനായിട്ട് എന്തോ ഒരു ഇത്രയും ദിവസം പോലീസുകാരുടെ തല്ലും ഭക്ഷണവും ഒന്നും കറക്റ്റായിട്ട് അവിടെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ല, പക്ഷേ രോഹിത്തിന് ഭക്ഷണമൊന്നും കറക്റ്റായിട്ട് കഴിക്കാണ്ട് ഒരു അവശനായ ഒരു മട്ടിലാണ് രോഹിത്ത് ഇറങ്ങി നിന്നത്. ബാലചന്ദ്രന് സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ചയൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ രോഹിത്തിൻ്റെ കൈ പിടിച്ച് ബാലചന്ദ്രൻ രോഹിത്തിനെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന് കാറിലോട്ട് കയറ്റി ഫ്രണ്ട് ഡോറ് തുറന്നു കൊടുക്കും. പക്ഷേ രോഹിത്ത് ആ ഡോറ് തട്ടി മാറ്റിയിട്ട് പുറകിലാണ് കയറുന്നത്. അങ്ങനെ ബബിത പറയും, രോഹിത്തേട്ടാ ഫ്രണ്ടിൽ കയറിക്കുമെന്ന് പറയും. പക്ഷേ രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ ബബിത മുമ്പിൽ കയറണം. അങ്ങനെ അവർ കാറിലൂടെ വരണം. അപ്പം ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ രോഹിത്തുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ. അവൻ്റെ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടപ്പം ബാലചന്ദ്രന് തന്നെ എന്തോ ഒരു വല്ലായ്മ. കാരണം വെച്ചാൽ അവന് മാനസികമായിട്ട് എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ളൊരു നാണക്കേടും ആ ഒരു ബുദ്ധിമുട്ടൊക്കെയാണെന്ന് ബാലേന്ദ്രന് മനസ്സിലായി. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, മോനെ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങി ജ്യൂസോ അല്ലെങ്കിൽ ചായയോ കോഫിയോ എന്തെങ്കിലും കഴിക്കാം. വേണ്ട എന്നൊരു വാക്ക് മാത്രം രോഹിത് പറഞ്ഞു കേട്ടോ. തളർന്ന് ആ തലേക്ക് ഇങ്ങനെ സീറ്റിൽ എന്നെ വെച്ചാരി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ രോഹിത്തിനെയും കൊണ്ട് വീട്ടിലെത്തുകയാണ്. ബാലചന്ദ്രനകത്ത് കയറുകയാണ്. അപ്പം നമ്മൾ അലീന വരെയാണ്. അലീന എവിടെ ആളെന്തിയെന്ന് ചോദിക്കും. അപ്പോൾ കാലിലൊരു ചെരുപ്പ് പോലും ഇല്ലാണ്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. രണ്ട് കാല് തറയിൽ ഉറപ്പിച്ച് വെച്ച് പോലും രോഹിത്തിന് കാല് ഊന്നാൻ പറ്റുന്നില്ല. കാരണം ശരീരത്തിനൊന്നും ഒരു ബലം പോലും ഇല്ല. സത്യത്തിൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് അലീനയുടെ ചങ്ക് പൊട്ടുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ മേളിൽ കയറി പോവാണ്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, മോനെ നീ ഒന്നും വെളിയിൽ നിന്നും കഴിച്ചില്ലല്ലോടാ, എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോ. അങ്ങനെ ഒടുവിൽ രോഹിത്ത് കൈയുണ്ട് പിടിച്ചാണെങ്കിൽ സ്റ്റെപ്പ് കയറി മേളിൽ അങ്ങ് പോവാണ്. ആരും പറയണതൊന്നും കേൾക്കുന്നില്ല. കാരണം പുള്ളിക്ക് എല്ലാവരും ഫേസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. അങ്ങനെ രോഹിത്ത് റൂമിലോട്ട് കയറി. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ബബിത രോഹിത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ട് ബബിതയ്ക്ക് പോലും ചെറിയൊരു ഒരു ഭയങ്കര വിഷമമാണ്. അങ്ങനെ ബബിത ഡ്രസ്സൊക്കെ മാറി എല്ലാം ഫ്രഷായി ഇരുന്നിട്ട് അമ്മേനെ വിളിക്കണം, വൈജയന്തി ഈ സമയം ഹോസ്പിറ്റലിൽ പത്രം വായനയാണ്. കാരണം വെച്ചാൽ മോന് ജാമ്യം കിട്ടിയത് അവിടെയുള്ള സിസ്റ്റർമാരുടെ അടുത്തൊക്കെ പറയണമല്ലോ. എന്നിട്ട് വൈജയന്തിയുടെ പരാതി എന്തെന്ന് വെച്ചാൽ കുറ്റവാളിയാണ് എന്നുള്ളതും പീഡനക്കാരനാണെന്നുള്ളതും പത്രക്കാർ ഫ്രണ്ട് പേജിലിടും. നിരപരാധിയായി എന്നുള്ള എൻ്റെ മോൻ്റെ വാർത്ത ഏതോ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിട്ടൊക്കെയാണ്. നാളെ ആൾ കാണാൻ ഇടത്തില്ല പത്രക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് നേഴ്സിൻ്റെ കൂടെ ചുമ്മാ തട്ടി കയറണം കേട്ടോ. ഇതേ സമയം ബബിത വിളിക്കണം അമ്മേനെ. അങ്ങനെ വൈജയന്തി കോളെടുക്കുമ്പോൾ, അമ്മേ രോഹിത്തേട്ടൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ എത്തിയോടി, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേടി ഒന്ന് ഹോസ്പിറ്റലിൽ ഇവിടം വരെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് പോകാൻ, എനിക്ക് അവനെ കാണാനായിട്ടല്ലേ. അപ്പോൾ ബബിത പറഞ്ഞു, അമ്മ അച്ഛൻ പറഞ്ഞു ആരും ആശുപത്രിയുടെ മുമ്പിലൊന്നും അവനെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആരൊക്കെ ആശുപത്രി പോലെ അവനെ സബ് ജയിലിൽ കൂട്ടാൻ കൊണ്ടുപോയി എന്ന് വൈജയ് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറഞ്ഞു, അമ്മേ ഞാനും അച്ഛനും മാത്രമേ പോയുള്ളൂ, അവൾ വന്നില്ലല്ലോ എന്ന്. അപ്പോൾ വൈജയ് ചോദിക്കണം, ആര്? അലീന വന്നോ ഇല്ലയോ എന്നുള്ളതാണ് വൈജയ്ക്ക് അറിയേണ്ടത്. അപ്പോൾ ബബിത പറഞ്ഞു, ഇല്ല അമ്മേ ഞാനും അച്ഛനും മാത്രമേ പോയുള്ളൂ. എടി രോഹിത്ത് എന്തി അവൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മേളിലാണെന്ന് പറയുമ്പോൾ നീ കൊടുക്കാമെന്ന് പറയും വൈജയന്തി. അങ്ങനെ ഫോണ് കൊടുക്കാൻ വേണ്ടി റൂമിൽ ചെന്ന് റൂം കൊട്ടുമ്പോൾ രോഹിത്ത് എന്ത് ചെയ്ത് തുറക്കില്ല. അങ്ങനെ 2-3 പ്രാവശ്യം കുട്ടി കഴിയുമ്പോഴത്തേക്ക് രോഹിത്ത് എന്താണെന്ന് ചോദിച്ച് ദേഷ്യപ്പെടാണ്. അതെ അമ്മ കോളിലുണ്ട്, അമ്മ ഹോൾഡ് ചെയ്യണം, രോഹിത്തേട്ട
സംസാരിക്കുന്ന പറയാം. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഡോർ അങ്ങ് കൊട്ടി അടയ്ക്കണം കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ആകെ ഒരു വിഷമം, ഒന്ന് മോൻ്റെ ഒച്ച പോലും ഒന്നും കേൾക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ എന്തേടിയേ ബബിതേ അവൻ ഫോൺ വാങ്ങാത്ത? എനിക്കറിയില്ല അമ്മ, ഭയങ്കര ദേഷ്യത്തില്ല. നമ്മളാരോ ഉന്തി തള്ളി രോഹിത് ഏട്ടനെ ജയിലിൽ വിട്ടണക്കാണ് രോഹിത് ഏട്ടൻ്റെ പെരുമാറ്റം എന്നൊക്കെ ബബിത പറയണേ. ആ സാരമില്ല, അവനെ എല്ലാവരുടെയും മുമ്പിലും സംസാരിക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസം കാണും, ഞാൻ അവനെ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് വൈജയ്ക്ക് ശരിക്കും വിഷമമായി. കാരണം വെച്ചാൽ രോഹിത്ത് കോൾ എടുക്കാണ്ടിരുന്നപ്പോൾ അങ്ങനെ ആ കോള് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അലീന എന്താണ് കുറച്ച് ജ്യൂസും ചായയും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് രോഹിത്തിൻ്റെ റൂമിലോട്ട് പോകണം. അപ്പോൾ ബബിത ഇറങ്ങി വരെയാണ്. ബബിതയ്ക്ക് അറിയാം ഇപ്പോൾ ചെന്ന് റൂമിൽ ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ രോഹിത്ത് നല്ല ഒച്ച എടുക്കും എന്നുള്ളത്. അപ്പോൾ ബബിത ആ ഒരു ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അലീനയുടെ പറഞ്ഞു, വേഗം ചെല്ല്, വേഗം കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന എന്താ ഇവൾ ഇങ്ങനെ പറയണേ എന്ന ചിന്തയോടുകൂടി അലീന സ്റ്റെപ്പ് കയറി മേളിൽ കൊണ്ടുവന്ന് രോഹിത്തിന് ഇത് കൊടുക്കുകയാണ്. അപ്പം ഡോറ് ചെന്ന് മുട്ടയാണ്. കുറേ പ്രാവശ്യം മുട്ടി കഴിയുമ്പോൾ രോഹിത്ത് ദേഷ്യം വന്നിട്ട് ഡോർ അങ്ങോട്ട് തുറക്കുകയാണ്. എന്താണിത്, ജയിലിൽ പോലും ഇത്രയും ശല്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് ചൂടാവേണം. അപ്പോൾ അലീന പറഞ്ഞു, കുടിക്കാൻ നിനക്ക് ഫ്രഷ് ജ്യൂസും ഇപ്പോൾ കുടിക്കാൻ ചായയൊക്കെ എടുത്തിട്ടുണ്ട്, ഇത് കഴിക്കാമെന്ന് പറയും. അപ്പോൾ പറയും എനിക്കൊന്നും വേണ്ടാന്ന് പറയും. അങ്ങനെ പറയില്ല, നീ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ, ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി തന്നാലേ കഴിക്കാനുള്ളൂ, അതുകൊണ്ട് ആഹാരത്തിനോടൊന്നും വെറുപ്പ് കാണിക്കേണ്ടെന്ന് പറഞ്ഞ് അലീന പറയാം. അപ്പോൾ രോഹിത് പറയും എനിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ കേട്ടോ. ആ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഏകദേശമൊക്കെ വരുന്നത്. അപ്പോൾ ഇനി നാളെ രോഹിത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലോട്ട് കടന്നു പോകണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള നാണക്കേടാണോ കുറ്റബോധമാണോ അതോ താൻ ഈ നാട്ടിലും വീട്ടിലും സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോകല്ലേ. എത്രയാണെങ്കിലും പറഞ്ഞാലും ഇത്രയും നാൾ ഒരു പീഡനക്കാരൻ എന്നൊരു ഒരു മുദ്ര കുത്തി രോഹിത്തിനെ അങ്ങനെ മുദ്ര കുത്തിയതാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു അത്രയും നാളെ ജയിലിൽ കിടന്നതിൻ്റെയും അതിൻ്റെ എല്ലാം കൂടെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരോടും ദേഷ്യവും ഭയങ്കര ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടെയൊക്കെ രോഹിത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഈ അലീനെ കൊണ്ടുപോയി കൊടുക്കുന്ന ഫുഡ് അത് നാളത്തെ എപ്പിസോഡിലായിരിക്കും കേട്ടോ മിക്കവാറും കാണിക്കുന്നത്. ആ ഫുഡ് അവൾ ടേബിളിൻ്റെ പുറത്ത് അലീനെ കൊണ്ട് വെക്കുമെങ്കിലും അത് രോഹിത് തട്ടിത്തെറിപ്പിച്ച് കളയണം കേട്ടോ. ആ ചില്ലും അതെല്ലാം പൊട്ടിപ്പോവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ, ഒരു മെൻ്റലി ഒരു ഡിപ്രഷൻ അടിച്ച കണക്കുള്ളൊരു മാനസികാവസ്ഥയിലാണ് രോഹിത്ത്. എല്ലാവരോടും ഒരുതരം ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏകദേശം ഈ ഒരു ഇത്ര സ്റ്റോറിയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ലൈക്ക് അടിക്കാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ പ്രൊമോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, താങ്ക് യു.